തല്ലല്ല എന്നെ കമ്പിപ്പാര വെച്ച് തല്ലണം. എന്തുണ്ടായി? ഹോട്ടലെത്തിയപ്പോ ഒന്നും കഴിച്ചില്ല. ഹോട്ടലെത്തിയപ്പോ മുതൽ ഡാഡി ഫോൺ വിളിക്കാൻ തുടങ്ങി. ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇത്ര നേരമായിട്ട്? കൊറേ നേരമായപ്പോ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ ഇറങ്ങിപ്പോയി. അവനെ ഇങ്ങോട്ട് പോയിന്ന് പാർട്ടി ഓഫീസിൽ പോയി. അടിപൊളി. എന്ത് കഷ്ടം. ഒരു നല്ല കാര്യത്തിന് പറഞ്ഞു വിട്ടിട്ട് അവന് പാർട്ടി ഇങ്ങോട്ട് വരട്ടെ. അവനൊന്ന് ശരിയൊക്കെ ഉണ്ട്. കൊച്ചിനും വിഷമായി പോയിട്ട്. തക്കളി നീ ഉടുപ്പ് മാറ്റണില്ലേ? നീ എന്തിനാണ് വച്ചെടുക്കണ? വരും അതിനോട് അതിന്റെ ദേഷ്യം മുഴുവൻ അവളോട് തീർക്കണ. എന്ത് കാര്യം നാത്തൂന് മനസ്സിലാവൂല എന്റെ വിഷമം എന്താന്നുള്ളത്. ഇങ്ങോട്ട് പോരട്ടെ അവന്. പ്രവർത്തനം വന്ന അവളോട് ഉണ്ടായില്ല. അവള് ഡാൻസ് ക്ലാസ്സിൽ പോയി തോന്നുന്നു. ബിരിയാണിയാ ചേട്ടൻ ഇന്ന് പോന്നേ? ഇന്ന് പോന്നേ? അവിടെ തന്നെ കൂടിയാ പോരായിരുന്നു. ഞാൻ നിന്നെ എന്തും പറഞ്ഞിട്ടാ വിട്ടത്? എന്തും പറഞ്ഞിട്ട് വിട്ടത്? എന്താണ് ഞാൻ ചോദിച്ചോട്ടെ? അല്ല അവള് ഇരിക്കാൻ നോക്കി. അവള് ഇങ്ങനെയല്ല, അവള് പല രീതിയിലും ഇരിക്കും. നീ ഒന്നും ചെയ്തില്ല. ഞാൻ നിന്നെ എന്തും പറഞ്ഞിട്ടാ വിട്ടത്? രണ്ടാളും കൂടി സിനിമയ്ക്ക് പോവേ ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടാ വിട്ടത്? ഞാൻ ചോദിച്ചോട്ടെ, ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ ചെന്നിരുന്നാലേ ചെന്നിരുന്ന ഉടനെ അവിടെ ആഹാരം ഒന്നും കൊണ്ട് തരൂല. ഓർഡർ ചെയ്യണം. കൊച്ചെന്നോട് എല്ലാം പറഞ്ഞു. നീ 24 മണിക്കൂർ ആ ഫോൺ പിടിച്ചിരിക്കുവായിരുന്നല്ലോ അവിടെ. ഫോൺ വന്നാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? പാർട്ടി പ്രസിഡന്റ് വിളിച്ച് ഞാൻ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കും. ഫോൺ വിളിക്കാനാണെങ്കിൽ ഇവിടെ കുത്തിയിരുന്നാ പറയാം. നിന്നെ ഞാൻ ഇത്ര കാശ് പറഞ്ഞു വിടുവായിരുന്നു. പാർട്ടി പ്രസിഡന്റിനെ കിട്ടിയേക്കണതേ അയാൾക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിഷമാവും. എന്റെ പൊന്നും ഒരു ഇത്തിരി നേരെങ്കിലും ഒന്ന് രണ്ടാളും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇല്ലാത്ത കാശ് നന്ന് പറഞ്ഞു വിട്ടപ്പോ അവൻ അവിടെ പോയി വിളിക്കാൻ പോയേക്കണ്. അയ്യോ, ഇതിപ്പോ പ്രസിഡന്റ് അറിയാമോ നമ്മൾ എവിടെയാണ് ഇരിക്കണെന്നുള്ളത്? പ്രസിഡന്റ് വിളിക്കുമ്പോ കട്ട് ചെയ്യാം. നിന്റെ കെട്ടിയം വിളിക്കുമ്പോ നീ കട്ട് ചെയ്യോ? ഞാൻ ഇത് കെട്ടിയുടെ കാര്യമാണ്. ഞാൻ ഇപ്പൊ എന്തിനാ നിന്നെ കാലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്? എന്തിനായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അല്ല ഞാൻ ആ പൈസ തന്നപ്പോ നിനക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ? ഞാൻ അതുകൊണ്ട് മേടിച്ചോടുന്നേക്കണ്. അപ്പൊ മേടിച്ചോണ്ടുന്ന കുറ്റമാണ്. ഇപ്പൊ വീട്ടിൽ ഇരുന്നാലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അല്ല അത് അന്ന് പിന്നെ ഇവിടെ കാശ് കൊടുത്ത് മേടിച്ച് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാ പോരാ. നിന്നെ കൊണ്ട് പറഞ്ഞു വിടുവായിരുന്നു. ഞാൻ അവിടെ പോയി ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് അപ്പൊ ഫോണ് വന്ന് ഞാൻ സംസാരിച്ച് ഇച്ചിരി തീർന്നതിനകത്ത് ഇവർക്കൊന്ന് ക്ഷമിച്ചൂടെ? അതിനിടയ്ക്ക് ചാടി അവിടെ എണീറ്റ് പോകാൻ ഇറങ്ങിയ നിങ്ങൾക്ക് രണ്ടാക്കും വർത്താനം പറയാനല്ലേ ഞാൻ പറഞ്ഞു വിട്ടത്. അല്ലാണ്ട് നിനക്ക് ഫോൺ വിളിച്ചു അവിടെ ഫോൺ വന്നാൽ ഞാൻ ചോദിച്ചില്ല. ഫോൺ വരുമ്പോ കട്ട് ചെയ്യാൻ പ്രസിഡന്റ് ഒക്കെ വിളിക്കുമ്പോ അങ്ങനെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പ്രസിഡന്റ് ആണല്ലോ നിനക്ക് ചെലവിന് തന്നെ. അതെ, പാർട്ടി കാര്യങ്ങൾ മനസ്സ് വേദനിച്ചു അവിടെ ഇച്ചിരി വേദനിച്ചോട്ട് വന്നിട്ട് ഒരക്ഷരം മിണ്ടിട്ടില്ല. അവിടെ കുത്തിയിരിക്കുവായിരുന്നു. ആ കൊച്ചു പോലും സങ്കടപ്പെട്ടാ പോയത് ക്ലാസ്. കൊച്ചു സങ്കടപ്പെടാൻ കൊച്ചിനെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു. ഹലോ. ഫോൺ പിന്നെന്താ?